ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് ആണ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് എനർജി ഒന്ന് നോക്കാം. അതിനുശേഷം നൈറ്റ് ഫീലിങ്സിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. Okay, Judgment, Page of Pentacles, Hanged Man, Seven of Wands, Knight of Wands, and one more, Two of Cups. അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആരുടെയൊക്കെ എനർജിയാണ് ഇതിനകത്ത് കാണുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ ബന്ധത്തിനകത്ത് ടഫ് സിറ്റുവേഷൻസ്, കോംപ്ലിക്കേഷൻസ്, പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു ബാക്കപ്പ് ഹിസ്റ്ററി എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത് യൂണിവേഴ്സിൽ ഏൽപ്പിച്ച് എൻ്റെ ഭാഗത്ത് ഞാൻ 100% കൊടുത്തു നിന്നൊരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് കരുതിയിട്ടുള്ള ആരുടെയൊക്കെ എനർജി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കോൺഫിഡൻ്റ് ആണ് എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നുമ്പോഴാണ്. ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, ആ ഒരു വ്യക്തിയോടായിരിക്കാം അത്രയേറെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും നിന്നിട്ടുള്ള വ്യക്തികളായിരിക്കണം. അപ്പോഴാണ് നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഒരു കർമ്മ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും കിട്ടും, അല്ലെങ്കിൽ യൂണിവേഴ്സ് അത് കൊണ്ടുവന്ന് തരും. എനിക്കുള്ള നീതി അല്പം വൈകിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാസമയത്ത് യൂണിവേഴ്സ് എനിക്ക് എത്തിച്ചു തരും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആരുടെയൊക്കെയോ എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്പിരിച്വൽ ഗ്രോത്ത് കണക്ഷനൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തികളുമായിരിക്കും. അതായത് നിങ്ങൾ നല്ല രീതിയിലൊന്ന് നമ്മൾ പരുവപ്പെട്ട് വരിക എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം കടന്നു പോയിട്ടുണ്ടാവണം. കൂടുതലായിട്ട് ഡീപ്പായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് യൂണിവേഴ്സിനെ ഏൽപ്പിച്ചല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള നീതി യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരും എന്ന് വിശ്വസിച്ച് നിങ്ങൾ അത്രയും ട്രസ്റ്റായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് ഓൾറെഡി ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അവരുടെ പ്രാർത്ഥന വിഫലമായില്ല. തീർച്ചയായിട്ടും യൂണിവേഴ്സ് അർഹിച്ചതുപോലെ തന്നെ ഒരു എന്താ പറയുന്നത് സന്തോഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവണം. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു വ്യക്തിയുമായിട്ട് കറൻ്റ്ലി നിങ്ങൾക്ക് ഒരുപാട് ഒരു അട്രാക്ഷൻ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും മെൻ്റലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും തോന്നുന്നുണ്ടാവാം. ഏതൊക്കെയോ തരത്തിൽ കണക്റ്റ് ആവുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും. ഒരു മ്യൂച്വൽ അട്രാക്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റക്നെസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പീരീഡൊക്കെ ഇപ്പോൾ ക്രോസ് ചെയ്ത് ഇതിനകത്ത് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റക്കിംഗ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒന്ന് ഒരു ബ്ലോക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് ടെമ്പററി ആയിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു സമയവും കൂടിയാണ്. ചിലപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പിൽ അല്ല ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്കേജ് വരാം, ഒരു തടസ്സം വരാം. അപ്പോൾ ചിലവർ വിചാരിക്കും ഇത് അവസാനിച്ചു പോയി, ഇതോടുകൂടി എല്ലാം തീർന്നു എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ബ്രേക്കൊക്കെ വരുന്നത് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വളരെ ഊർജ്ജത്തോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇത് എത്തി നിൽക്കുന്നത്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് ആരുടെയൊക്കെയോ എനർജിയാണ് ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് ഓൾറെഡി റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അതായത് അകന്നു പോയ വ്യക്തി അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം അതിനൊരു മാറ്റം, പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികളും കൂടിയാണ്. ആ ഒരു ലേണിംഗ് പ്രോസസ്സ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരനക്കമില്ലാതിരുന്നിടത്ത് നിന്ന് ഇപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ ഒരു ആക്ഷനിലേക്ക് കടന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. പരസ്പരം വീണ്ടും ഒന്നു ചേരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് കൂടുതലൊരു ഡീപ്പ് ബോണ്ടിങ്ങിലേക്ക് കടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് എന്താണ് ഇപ്പോൾ നിങ്ങളോട് ഉള്ളതെന്ന് കൂടി നോക്കാം. Page of Swords, Page of Cups, Lovers, Six of Cups, Knight of Swords, the World, Moon Energy, Magician, Nine of Swords, 10 of Wands, 10 of Pentacles, 2 of Pentacles, Queen of Wands, and 2 of Cups. ഇപ്പോൾ നമ്മൾ ഇവരുടെ നൈറ്റ് ഫീലിങ്സ് ആണ് നോക്കുന്നതെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നമുക്ക് വളരെ ഡീപ്പായിട്ട് പാഷനേറ്റ് ആയിട്ട് ഇമോഷണലി ഒക്കെ നിങ്ങളോട് കണക്റ്റ് ആവുന്ന എനർജീസ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് മനസ്സിനകത്ത് ആ ഒരു ഡീപ്പ് ഫീലിങ്സ് ഈ ഒരു പേഴ്സണുണ്ട്, അല്ലെങ്കിൽ വന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടിരുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ പ്രത്യേകിച്ച് ആക്ഷനൊന്നും ഇരുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ കുറച്ചധികം വ്യക്തികൾക്ക് ഇപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പഴയതുപോലെ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മിസ്സിങ് ഫീലിംഗ് കൂടി ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉള്ളതായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ആ ഒരു വ്യക്തി കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കാം, വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് ആയിരിക്കാം, അതൊക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ചിലപ്പോൾ സ്റ്റിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷനിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള പഴയ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ എടുത്തു വെച്ച് നോക്കുന്നുണ്ടാവാം. അത്രയും ഒരു ഇമോഷണൽ ഫീലിംഗ് ഈ ഒരു പേഴ്സണ് നിങ്ങളോടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തപ്പോഴത്തേക്കും നമുക്കവിടെ ആ ഒരു 2 ഓഫ് കപ്സ് എനർജിയിലാണ് വന്ന് നിന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇവരുടെ ഫീലിങ്സ് ആയിട്ട് പോലും, ആ നൈറ്റ് ഫീലിങ്സ് ആയിട്ട് പോലും ഇവിടെ നമുക്ക് ആ ഒരു 2 ഓഫ് കപ്സ് എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിനകത്ത് പോലും നമുക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ആ ഒരു യൂണിയനിലേക്ക് പോകുന്ന ഒരവസ്ഥ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കണം. കാരണം ഇവിടെ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം കൂടി ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ലവേഴ്സ് എനർജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കത് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിൽ കാണാം. അതായത് നിങ്ങൾ രണ്ട് വ്യക്തികളെ കൂടാതെ മറ്റൊരാളുടെ ഒരു സാന്നിധ്യം. അപ്പോൾ ചിലപ്പോൾ ആ ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ളൊരു ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാണ്ട് മാറി നിൽക്കുന്നതോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ അത്രയും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് യൂണിവേഴ്സായിട്ട് എനിക്ക് നീതി കൊണ്ടുവന്ന് തരുന്ന വിശ്വസിച്ച ആൾക്കാരാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പുറകെ പോയതോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വളരെ അഡമൻ്റായിട്ട് ഈ ഒരു പേഴ്സണെ പിടിച്ചു വെച്ചതോ, അല്ലെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു കാര്യം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ട്രൂ കളർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്താണ് എന്നുള്ളത് കൂടുതലായിട്ട് റിയലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം. അതുപോലെ തന്നെ കൂടുതൽ വ്യക്തികൾക്കും നിങ്ങൾ ഈ ഒരു പേഴ്സൺ തമ്മിലുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത്
ഒരുപാട് നാളത്തെ ഒരു ബന്ധമായിരിക്കാം. ചിലപ്പോൾ നേരത്തെ മുതൽ അറിയുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ചവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് പിന്നീട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയായിരിക്കാം. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുജ്ജന്മ ബന്ധമുണ്ട് എന്നൊക്കെ തോന്നുന്ന പോലെയുള്ള ഒരു കണക്ഷൻ ആയിരിക്കും. ചില റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് അങ്ങനെയും കാണാറുണ്ട്. അതായത് അവർ പരസ്പരം അടുത്തറിഞ്ഞിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ കുറച്ച് ഒന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ഒരുപാട് വർഷത്തെ ഒരു പരിചയം അല്ലെന്നുണ്ടെങ്കിൽ ഒരു അടുപ്പം തോന്നുന്ന ചില വ്യക്തികളെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ഭയങ്കരമായിട്ടുള്ള നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനകത്തായിരിക്കാം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഇട്ടറിഞ്ഞ് നിങ്ങളിലേക്ക് ഓടി വരാനാണ് ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു 6 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു നൈറ്റ് ഓഫ് സൂട്ട്സ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ചിന്തകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രയും വേഗം നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സംസാരിക്കാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഡയറക്റ്റ്ലി കാണാനായിരിക്കാം. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ശബ്ദം കേൾക്കാനായിരിക്കും ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു പേഴ്സൻ്റെ ലോകം നിങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇനി ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതായത് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ആ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രതിബന്ധമായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ സിറ്റുവേഷൻ ചിലപ്പോൾ കുറച്ച് മോശമായിരിക്കും. അപ്പോൾ നിങ്ങളോടുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഒന്നു ചേരുന്നതിൽ നിന്ന് വിലക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിന്ന് വരാം. എങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. മാത്രമല്ല നിങ്ങൾ അവരുടെ ലൈഫിൽ കടന്നു വന്നതിന് ശേഷമായിരിക്കാം കൂടുതൽ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ സക്സസ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം വരുത്തിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഒന്നും അല്ലാതിരുന്നിടത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാനായിട്ട് നമ്മളെ സഹായിച്ച ഒരു പേഴ്സണൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ മറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂ എന്താണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആ ഒരു രീതിയിലാണ് കാണുന്നത്. നിങ്ങൾ കടന്നു വന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ അത്രയും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് ഒരു മേജർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ തീക്ഷ്ണമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് മനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ള ഒരു എനർജി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങനെ മിസ്സാക്കി കളയേണ്ടുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സണുള്ളത്. അപ്പോൾ പലർക്കും പല കണക്ഷനായിരിക്കാം. ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ണർ ആയിരിക്കാം, ചിലർക്കത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ചിലർക്ക് വിവാഹം പ്ലാൻ ചെയ്തിരുന്നിട്ട് മാറിപ്പോയ വ്യക്തികളായിരിക്കാം, നിങ്ങളുടെ എക്സ് ആയിരിക്കാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ലൈഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വേണം. നിങ്ങൾക്കൊരു ഒരു ഫാമിലി ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ആ ഒരു സ്ഥാനമാണ് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉള്ളത് കൊണ്ടല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഫിയർ കൊണ്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അകൽച്ചയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ആക്ഷനോ എടുക്കാതെ ഇരുന്നിട്ടുണ്ടാവാം. നമ്മൾ നേരത്തെ സിറ്റുവേഷൻ നോക്കിയപ്പോഴും കണ്ടതാണ് ഒരു പോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു കണ്ണുകെട്ടിയ അവസ്ഥയിലൂടെ പോകുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരത് മാറ്റി വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നതും, നമ്മൾ എന്താണോ നമുക്കപ്പോൾ തോന്നുന്നത് അപ്പോൾ അത് നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല വേണ്ടത്. അതിനായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു എനർജി കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കാനില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിനകത്തുള്ള തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കിവിടെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ തീക്ഷ്ണമായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നിങ്ങളോട് വളരെ ഒരു തീക്ഷ്ണമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു രീതിയിലാണ് അവർ കാണുന്നത്. വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചില വ്യക്തികളോട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടും. എന്നാൽ ചിലരോട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ട് കുറച്ചൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൽ പലരും
അങ്ങനെയുള്ള പല ചിലപ്പോൾ നമ്മളുടെ ഫാമിലിയിലുണ്ടാവാം, റിലേറ്റീവ്സിലുണ്ടാവാം, ഫ്രണ്ട്സിലുണ്ടാവാം. ഇനി നമ്മളുമായിട്ട് പെട്ടെന്ന് പരിചയപ്പെടുന്ന ആൾക്കാരിൽ പോലും നമുക്ക് ആ ഒരു എനർജി കാണാനായിട്ട് കഴിയും. ചിലരോട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വൈബ് തരുന്നൊരു കാര്യമാണ്. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. ചിലപ്പോൾ അധികം പരിചയമുള്ള വ്യക്തിയായിരിക്കണം എന്നൊന്നുമില്ല എങ്കിൽ പോലും. എന്നാൽ നേരെ മറിച്ച് ചിലരോട് സംസാരിക്കും പെട്ടെന്ന് നമുക്കൊരു നെഗറ്റീവ് വൈബായിരിക്കും വരുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് വൈബ് നമുക്ക് ആരിൽ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാതെ ആ ഒരു കണക്ഷൻ പെട്ടെന്ന് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറിപ്പോരാൻ ശ്രമിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് വളരെ ഒരു പോസിറ്റീവ് വൈബായിട്ടാണ് അവർ കരുതുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് ഊർജ്ജം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവാറുണ്ട് നമുക്ക്. എന്ന് പറഞ്ഞതുപോലെ അത്രയും പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനും 2 കാര്യങ്ങളും ഒരേ സമയം ഹാൻഡിൽ ചെയ്യേണ്ടി വന്നപ്പോഴായിരിക്കും ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെന്നുണ്ടെങ്കിൽ മാറിപ്പോകേണ്ടുന്ന അവസ്ഥ വന്നതായിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കറൻറ്റ്ലി മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണോ അവർ ഒരേ സമയം ഹാൻഡിൽ ചെയ്യാനായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കാണ് തരേണ്ടത്. അല്ലെങ്കിൽ കൂടുതൽ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് തരണം എന്നുള്ളൊരു ചിന്താഗതി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളോടൊപ്പം കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് ആരാണോ അവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഏത് വ്യക്തിയോ ആയിക്കോട്ടെ അതിനേക്കാളും ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ അവരുടെ ആ ഒരു മനസ്സിലെ ഒരു പ്രധാന സ്ഥാനം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തരണം എന്ന് തന്നെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അവരുടെ മൈൻഡ് സെറ്റിൽ അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റുവേഷനകത്തും അത് കണ്ടതാണ്. ആ ഒരു 2 ഓഫ് കപ്സ് എനർജി. അപ്പോൾ അതായത് അവിടെ ആ ഒരു 3 എന്നുള്ളതിൽ നിന്ന് ആ ഒരു 2 എന്ന് പറയുന്ന ആ ഒരു എനർജിയിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എക്സ് ഓർ വൈ എന്ത് കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻറ്റ് എനിക്കിതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള കണക്ഷനാണ്. ഇത് വിട്ട് കളയാൻ കഴിയില്ല എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കവിടെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2, 3 ദിവസങ്ങളായിട്ടുള്ള നമ്മളുടെ റീഡിങ്ങിനകത്ത് വളരെ ഒരു പോസിറ്റീവ് എനർജി കയറി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം വന്നു തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു നൈറ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സിറ്റുവേഷൻ നോക്കിയപ്പോൾ വന്ന ആ ഒരു എനർജീസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ പോകുന്ന ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു സമയം വന്നു തുടങ്ങിയിട്ടുള്ള ആരുടെയൊക്കെ എനർജീസ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേൾക്കുന്ന ആ ഒരു സമയം അത് അടുത്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 2, നമ്പർ 6, നമ്പർ 21 ആൻഡ് നമ്പർ 18. ഇനി അതുപോലെ തന്നെ ഒട്ടുമിക്ക സോഡിയക് സൈൻസ് ഇവിടെ വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സൈൻസ് സ്കോർപിയോ, പൈസസ്, ടോറസ്, വിർഗോ, അക്വേറിയസ്, ലീബ്ര, ജെമിനായി ആൻഡ് ലിയോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിലൊന്നും ആടി വലഞ്ഞ് നിന്നിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലോടുകൂടി വരാനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും